ലീഗ്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി പുനരധിവാസ പദ്ധതിയിലെ വീടുകളുടെ കൈമാറ്റം ഫെബ്രുവരി 28 നടക്കും. ആദ്യഘട്ടത്തിൽ പണി പൂർത്തീകരിച്ച 50-ലധികം വീടുകളാണ് കൈമാറുക എന്ന് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി മുസ്ലിം ലീഗ് നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയിലെ വീടുകളുടെ കൈമാറ്റം ഫെബ്രുവരി 28 നടക്കും. ആദ്യഘട്ടമായി പണി പൂർത്തീകരിച്ച 50-ലധികം വീടുകളാണ് കൈമാറുകയെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. മേപ്പാടി പഞ്ചായത്തിലെ തൃക്കൈപ്പറ്റ വെള്ളത്തോട് പ്രദേശത്ത് വാങ്ങിയ 11 ഏക്കർ സ്ഥലത്താണ് 105 വീടുകൾ ഉൾപ്പെടുന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 1 പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പദ്ധതിക്ക് ശിലയിട്ടത്. 2000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ വീട് നിർമ്മിക്കാവുന്ന ശക്തമായ അടിത്തറയിൽ 1000 ചതുരശ്ര അടി വീടുകളാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത്. 3 കിടപ്പുമുറികൾ, അടുക്കള, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഓരോ വീടുകളിലും ഉണ്ടാകും. ദുരന്തബാധിതരുടെ ആവശ്യപ്രകാരമാണ് മേപ്പാടി പഞ്ചായത്തിൽ തന്നെ സ്ഥലം കണ്ടെത്തിയത്. മുട്ടിൽ മേപ്പാടി പ്രധാന റോഡിനോട് ചേർന്നാണ് ഈ ടൗൺഷിപ്പ്. ഇവിടെ നിന്നും കൽപ്പറ്റയിലേക്കും മേപ്പാടിയിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാനാകും. കുടിവെള്ളം, വൈദ്യുതി, ഗതാഗത സൗകര്യം എന്നിവ ഉറപ്പാക്കിയാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് താങ്ങായി മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച ഈ ഭവന പദ്ധതി റെക്കോർഡ് വേഗത്തിലാണ് പൂർത്തിയാകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 99. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.